പീരിമേട് താലൂക്കിലെ തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും പോപ്സ് എസ്റ്റേറ്റ് വക തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നതിലെ കാലതാമസത്തിനെതിരെയും കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC പ്രക്ഷോഭത്തിലേക്ക്. ജൂൺ 6-ന് KPW യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചും ധർണയും AICC അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് EM അഗസ്തി ex-MLA ഉദ്ഘാടനം ചെയ്യും. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഉദ്ഘാടന ദിവസം ഷോറൂമിലെത്തൂ. നറുക്കെടുപ്പിലൂടെ ഉദ്ഘാടകനായ സ്മാർട്ട് TV സ്വന്തമായി നേടാം. ഒപ്പം ആകർഷകമായ സമ്മാനങ്ങളും ഓഫർ പന്തലിലൂടെ അത്യാകർഷകമായ ഓഫറുകളും. ഉദ്ഘാടന ദിവസം 5 ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഏവർക്കും വണ്ടിപ്പെരിയാറിലെ AC സ്റ്റോറിന്റെ പുതിയ ഷോറൂമിലേക്ക് സ്വാഗതം. പീരിമേട് താലൂക്കിലെ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അധിവസിക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങൾ മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന രീതിയിലും ഏതു നിമിഷവും തകർന്ന് വീഴാവുന്ന അവസ്ഥയിലുമാണ് നിലകൊള്ളുന്നത്. എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി LDF സർക്കാർ കഴിഞ്ഞ 3 ബഡ്ജറ്റുകളായി 10 കോടി രൂപ അനുവദിച്ചുവെങ്കിലും ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് ഉണ്ടായത്. മഴക്കാലം ആരംഭിച്ചതോടെ ചോർന്നൊലിക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങളിലെ തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണ്ണമാവുന്ന സാഹചര്യത്തിലാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. പ്രക്ഷോഭ പരിപാടിയുടെ തുടക്കമായി ജൂൺ 6-ന് പീരിമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് KPW യൂണിയൻ ഭാരവാഹികൾ വണ്ടിപ്പെരിയാർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പീരിമേട് താലൂക്കിലെ തോട്ടത്തൊഴിലാളി ലയങ്ങൾ ഏത് സമയവും തകർന്ന് വീഴാവുന്ന ഒരവസ്ഥയിലാണ് നിലവിലുള്ളത്. കാലവർഷം വന്നപ്പോൾ നിരവധിയായ ലയങ്ങൾ തകർന്നു വീണ് സാഹചര്യം ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ധാരാളം ലയങ്ങൾ ഏത് സമയവും തകർന്നു വീണ് തൊഴിലാളികൾക്ക് ജീവഹാനി സംഭവിക്കുന്ന ഒരവസ്ഥയിലാണ് നിലവിലുള്ളത്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ ലേബർ കമ്മീഷണർ ഉൾപ്പെടെ പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ഉൾപ്പെടെ നിരവധി പരാതികൾ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും തൊഴിൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ പീരിമേട് താലൂക്കിലെ തോട്ടങ്ങളിൽ ഗ്രാറ്റുവിറ്റി നൽകിയിട്ട് 10 വർഷത്തിലധികമായിരിക്കുക. പോപ്സ് തോട്ടത്തിൽ ശമ്പളം നൽകിയിട്ട് 2 മാസത്തിൽ ഏറെയായി. അവിടെ ലീവ് കാശ് കൊടുക്കുന്നില്ല, കമ്പനി കാശ് കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി നൽകുന്നില്ല. അതുപോലെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ തോട്ടത്തൊഴിലാളികൾ അഭിമുഖീകരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം തൊഴിൽ വകുപ്പും വകുപ്പ് മന്ത്രിയും പീരിമേടിൻ്റെ MLAയും നോക്കൂത്തിയായി മാറിയിരിക്കുകയാണ്. യാതൊരുവിധ നടപടിയും എടുക്കാൻ ഇവർ ആരും തന്നെ തയ്യാറാകുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ജൂൺ മാസം 6-ാം തീയതി ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് അധ്യക്ഷനാവുന്ന പ്രതിഷേധ മാർച്ചും ധർണയും യൂണിയൻ പ്രസിഡന്റും AICC അംഗവുമായ അഡ്വക്കേറ്റ് EM അഗസ്തി ex-MLA ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വണ്ടിപ്പെരിയാർ വിളിച്ചു ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വണ്ടിപ്പെരിയാർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുമാക്കൽ, INTUC പീരിമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദിഖ്, KPW യൂണിയൻ മേഖലാ സെക്രട്ടറി പെരിയാർ ഗണേശൻ, വർക്കിംഗ് പ്രസിഡന്റ് M ഉദയസൂര്യൻ, മറ്റു ഭാരവാഹികളായ N മകേഷ്, P പ്രകാശ്, വിനോദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.